ടിക്കറ്റ് നിരക്കിലെ വൻ വർധനവിന് പുറമെ പ്രവാസികൾക്ക് വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പ്രഹരം. യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സൗജന്യമായി കൊണ്ടുപോകാവുന്ന ബാഗേജ് പരമാവധി 30 കിലോയിൽ നിന്ന് 20 കുറച്ചു. നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ ഇനി 20 കിലോയിൽ കൂടുതലുള്ള ബാഗേജിന് അധിക തുക നൽകണം. കോർപ്പറേറ്റ് ബുക്കിംഗിൽ നേരത്തെ ഉണ്ടായിരുന്ന 30 കിലോ ബാഗേജ് അലവൻസ് എക്സ്പ്രസ്, വാല്യൂ, ഫ്ലെക്സി എന്നിവയ്ക്ക് തുല്യമായി 20 കിലോഗ്രാമാക്കി ചുരുക്കിയതായാണ് കമ്പനി വിശദീകരിക്കുന്നത്. വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, മറ്റ് ചാനലുകൾ വഴിയുള്ള ബുക്കിംഗ് എന്നിവയെ ഈ മാറ്റം ബാധിക്കില്ല എന്ന് കമ്പനി വ്യക്തമാക്കി. എന്നാൽ യുഎഇയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഈ ബുക്കിംഗിലും 20 കിലോ മാത്രമാണ് സൗജന്യ ബാഗേജ് അനുമതി ലഭിക്കുക. ഓഗസ്റ്റ് 19 ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കാണ് കുറഞ്ഞ ഭാരത്തിലുള്ള ലഗേജ് കൊണ്ടുപോകേണ്ടി വരിക. എന്നാൽ മറ്റ് GCC രാജ്യങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് ഈ നിയന്ത്രണം ബാധകമാകില്ല. ഇതുവരെയായിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് കോർപ്പറേറ്റ് ക്ലാസ്സും എക്സ്പ്രസ് ക്ലാസ്സും ഉണ്ടായിരുന്നു. എക്സ്പ്രസ് ക്ലാസ്സിന് ഓൾറെഡി 20 kg ആണ് അലവൻസ് ഉണ്ടായിരുന്നത്. കോർപ്പറേറ്റ് ക്ലാസ്സാണ് നമുക്ക് 30 കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് 30 എന്നുള്ളത് 20 ചുരുക്കിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അതോടൊപ്പം തന്നെ അത് യുഎഇയിൽ നിന്ന് മാത്രമാണ് ഇപ്പം ആ ഒരു ക്ലാസ് ചേഞ്ചസ്, ലഗേജ് ചേഞ്ചസ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള GCC കൺട്രീസ് നിലൊക്കെ ഇപ്പോഴും കോർപ്പറേറ്റ് ക്ലാസ്സിന് 30 kg ആണ് ഉണ്ട്. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നതാണ്. ഓഗസ്റ്റ് 19 ഓൺവേർഡ്സ് ഉള്ള ബുക്കിങ്ങിലുള്ള ഒരു റൂളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ അതിലൊരു ഇപ്പോഴും ഇന്റേണലി ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിലും അവർ വീണ്ടും റീതിങ്ക് ചെയ്യും എന്നുള്ളൊരു ചെറിയൊരു അൺഒഫീഷ്യൽ ഇൻഫർമേഷൻ നമുക്ക് ഇൻസ്റ്റൻസ് ആയിട്ട് നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും പോകുന്നവർ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് 20 ആണെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അഡീഷണൽ 5 10 15 ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ലഗേജിന്റെ ഭാരം കുറച്ച നടപടി യുഎഇയിൽ നിന്നുള്ള സാധാരണ പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. യുഎഇയിൽ നിന്നുള്ള സർവീസുകൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്തരം നിയന്ത്രണം കൊണ്ടുവന്നത് എന്നതിന് കൃത്യമായ വിശദീകരണം നൽകാൻ കമ്പനി ഇതുവരെ തയ്യാറായിട്ടുമില്ല. അതേസമയം അധിക ഭാരത്തിന് ഈടാക്കുന്ന നിരക്കിൽ കുറവ് വരുത്തിയിട്ടുണ്ട് എന്നത് മാത്രമാണ് യാത്രക്കാർക്ക് നേരിയ ആശ്വാസം നൽകുന്നത്. 24 ദുബായ്.